അങ്ങനെ കാത്തിരുന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ആദ്യഘട്ട ഫിക്സർ പുറത്തിറക്കി. ഈ മാസം 28 മുതൽ IPLന്റെ 19ാം പതിപ്പിന് തുടക്കമാകും. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. തൊട്ടടുത്ത ദിവസം മാർച്ച് 29-ന് മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ പോരടിക്കും. മാർച്ച് 30-നാണ് നമ്മൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന പോരാട്ടം. ചെന്നൈ സൂപ്പർ കിങ്സിനായി നമ്മുടെ സഞ്ജു സാംസൺ അരങ്ങേറ്റത്തിനിറങ്ങുന്നു. പക്ഷേ അരങ്ങേറ്റ മത്സരം ചെപ്പോക്കിലല്ല, ഗുവാഹത്തിയിലാണ്. എതിരാളികൾ സഞ്ജുവിന്റെ മുൻ ടീം കൂടിയായ രാജസ്ഥാൻ റോയൽസും. വർഷം മുമ്പ് 2012-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെയാണ് സഞ്ജു IPL അരങ്ങേറ്റം കുറിക്കുന്നത്. തൊട്ടടുത്ത വർഷം രാജസ്ഥാനിലെത്തി. ഇടക്കാലത്ത് 2 വർഷം ഡൽഹി ഡെയർ ഡെവിൾസിലേക്ക്. 2018-ൽ വീണ്ടും രാജസ്ഥാനിൽ. 2021-ൽ ക്യാപ്റ്റൻ. ടീമിനെ ഫൈനലിലേക്കും എത്തിച്ചു. അതേ രാജസ്ഥാനെതിരെ ഇനി ചെന്നൈ കുപ്പായത്തിൽ ആദ്യ മത്സരത്തിൽ തന്നെ സഞ്ജുവിന് ഇറങ്ങണം. അത്രമാത്രം വൈകാരികമായിരിക്കും ആ മത്സരവും മൊമെന്റും. രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നാണ് വരുന്നതെങ്കിലും ചെന്നൈയിലെ ആദ്യ സീസണിൽ സഞ്ജു ബാറ്റർ മാത്രമായിരിക്കും. ക്യാപ്റ്റനായി ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ട്, വിക്കറ്റിന് പിന്നിൽ MS ധോണിയും. എന്നാൽ അധികം വൈകാതെ സഞ്ജുവിനെ CSK നയിക്കാൻ ഏൽപ്പിക്കുമെന്നുറപ്പ്. നിലവിൽ ആയുഷ് മാത്രയും ഋതുരാജ് ഗെയ്ക്വാദുമാണ് ഓപ്പണർമാർ. ഓപ്പണർ അല്ലാതെ മറ്റൊരു പൊസിഷനിലും കളിച്ചിട്ടില്ലാത്ത ആയുഷ് അവിടെ തന്നെ തുടരും. അണ്ടർ-19 ലോകകപ്പിൽ രാജ്യത്തിനായി കിരീടമുയർത്തിയാണ് ആയുഷ് ഇത്തവണ ചെന്നൈയുടെ ക്യാമ്പിലെത്തിയത്. സഞ്ജു വരുന്നതോടെ ഋതുരാജ് 1-down പൊസിഷനിൽ കളിക്കാനാണ് സാധ്യത. ഓപ്പണിംഗിൽ സഞ്ജു നൽകുന്ന പോസിറ്റീവ് തുടക്കം ഏതൊരു ടീമും കൊതിക്കുന്നതിനാൽ സഞ്ജുവിനെ ഓപ്പണറാക്കി ക്യാപ്റ്റൻ ഒരു സ്ഥാനം താഴേക്കിറങ്ങും. എന്നാൽ IPLൽ രാജസ്ഥാനായി ഏറ്റവും അധികം കളിച്ചത് 1-down പൊസിഷനായതിനാൽ CSKയിൽ നിലവിലെ ഓപ്പണിംഗ് തന്നെ നിലനിർത്തി സഞ്ജു മൂന്നാമനായി വരാനും സാധ്യതയുണ്ട്. സർഫ്രാസ് ഖാനും ശിവം ദുബെയും ഡവാൾ ബ്രവിസും അടക്കമുള്ള വമ്പനടിക്കാർ ശേഷം വരാനുണ്ട്. നഥാൻ എല്ലിസും മാറ്റ് ഹെൻറിയും അക്കീൽ ഹുസൈനും നൂർ അഹമ്മദും ഉൾപ്പെട്ട ബൗളിംഗ് യൂണിറ്റും ചെന്നൈക്ക് കരുത്താണ്. 14.2 കോടി കൊടുത്ത് ചെന്നൈ സ്വന്തമാക്കിയ പ്രശാന്ത് വീർ അടുത്ത രവീന്ദ്ര ജഡേജയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏറ്റവും കൺസിസ്റ്റന്റായി കളിക്കാറുള്ള CSK മറക്കാൻ ആഗ്രഹിക്കുന്ന സീസണായിരുന്നു കഴിഞ്ഞ വർഷത്തേത്. 5 കിരീടം കൈവശമുള്ള ചെന്നൈ പോയ വർഷം ഫിനിഷ് ചെയ്തത് അവസാന സ്ഥാനത്ത്. എന്നാൽ ഇത്തവണ 6ാം കിരീടവുമായി ഒറ്റയ്ക്ക് മുന്നേറാനാണ് CSK ഇറങ്ങുന്നത്. IPL ലേലം വലിയ വാർത്തയാകാറുണ്ടെങ്കിലും റിലീസിങ്ങും റിട്ടൻഷനും ക്രിക്കറ്റ് സർക്കിളുകളിലൊഴികെ ചർച്ചയാവാറില്ല. എന്നാൽ ഇത്തവണ കഥ മാറി. സഞ്ജു കഥ മാറ്റി. അഭ്യൂഹങ്ങൾക്കിടെ രാജസ്ഥാൻ റോയൽസാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ റിലീസിംഗ് ഔദ്യോഗികമായി അറിയിച്ചത്. നീലക്കുപ്പായത്തിൽ ഒരു പയ്യനായി വന്നു. ഇപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ ക്യാപ്റ്റനോട്, ലീഡറോട്, ചേട്ടനോട് യാത്ര പറയുന്നു. എല്ലാത്തിനും നന്ദി. RR ജേഴ്സിയിലെ സഞ്ജുവിന്റെ 2 കാലഘട്ടത്തിലെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രാജസ്ഥാൻ എഴുതി. മുൻപൊന്നുമില്ലാത്ത വിധം ഈ സീസണിലെ ട്രാൻസ്ഫർ വിൻഡോ വാർത്തകൾക്കെല്ലാം വൻ ഹൈപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഏറ്റവും അധികം പേർ ആഘോഷിച്ചത് സഞ്ജുവിന്റെ പേരും. ചെന്നൈ സൂപ്പർ കിങ്സ് ആണെങ്കിൽ MS ധോണി എന്ന ഇതിഹാസത്തിന് പിൻഗാമി എന്ന നിലയിൽ തന്നെ സഞ്ജുവിനെ വരവേറ്റു. ആവേശത്തിലെ റങ്കണ്ണന്റെ നാടിൻ നന്മകനെ പൊന്മകനെ എന്ന പാട്ടിന്റെ അകമ്പടിയോടെയാണ് CSK സഞ്ജുവിനെ ആദ്യം അവതരിപ്പിച്ചത്. അൻപുടൻ വെൽക്കം ചേട്ട എന്ന് തമിഴർ സഞ്ജുവിനെ എതിരേറ്റു. എന്നാൽ പിന്നീട് ലോകകപ്പ് സ്ക്വാഡിലേക്കും അതിന് മുന്നോടിയായി നടന്ന ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയുമെല്ലാം സഞ്ജുവിന് അത്ര നല്ല ഓർമ്മകളായിരുന്നില്ല. 5 ഇന്നിംഗ്സിൽ നിന്ന് കേവലം 46 റൺസ് മാത്രം നേടിയ ലോകകപ്പിലെ ആദ്യത്തെ മത്സരങ്ങൾ വാട്ടർ ബോയിയായി പുറത്തിരുന്ന സഞ്ജുവിന് കൊടുത്ത വരവേൽപ്പെല്ലാം ബാധ്യതയാകുമോ എന്ന് ചില CSK ഫാൻസെങ്കിലും സംശയിച്ചു. എന്നാൽ അന്നത്തേക്കാൾ ഹൈപ്പിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. കേരളത്തിൻ്റെ, രാജസ്ഥാന്റെ, ചെന്നൈയുടെ മാത്രമല്ല സഞ്ജു ഇപ്പോൾ 3 ഇന്നിംഗ്സുകൾ കൊണ്ട് ഇന്ത്യക്കൊരു ലോകകപ്പ് സമ്മാനിച്ചാണ് അയാൾ ഇപ്പോൾ IPL കളിക്കാനെത്തുന്നത്. ICC പ്ലെയർ ഓഫ് ദ ടൂർണമെന്റിന്റെ കിരീടവും അയാളുടെ കൈവശമുണ്ട്. ഇപ്പോൾ സിംബാബ്വെക്കെതിരായ ലോകകപ്പ് സൂപ്പർ 8 മത്സരത്തിൽ ചെപ്പോക്കിലുയർന്ന ആരവത്തിലുണ്ട് എത്രമാത്രം ചെന്നൈ ആരാധകർ സഞ്ജുവിനെ ഹൃദയത്തിലേറ്റിയിട്ടുണ്ട് എന്ന്. വെറും 15 പന്തിന്റെ ആയുസേ ആ ഇന്നിംഗ്സിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സൂര്യ സഞ്ജു ഇൻ എന്ന് പറഞ്ഞ ടോസ് മുതൽ സഞ്ജുവിന്റെ ഓരോ മൊമെന്റും ആരാധകർ ആവേശമാക്കി. IPL 19ാം സീസണിന്റെ റിലീസിംഗ് ആൻഡ് റിട്ടൻഷൻ ടൈമിൽ സ്റ്റാർ സ്പോർട്സിൽ സഞ്ജുവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ സഞ്ജുവിനോട് ധോണിയെക്കുറിച്ചുള്ള മൊമെന്റുകൾ ചോദിക്കുന്നുണ്ട്. സഞ്ജു പറയുന്നു, എല്ലാ യുവതാരങ്ങളെയും പോലെ ധോണിയുടെ അടുത്തിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ മത്സരം കഴിയുമ്പോൾ കുറേ താരങ്ങൾ മഹിബായ്ക്ക് ചുറ്റുമുണ്ടാകും. 2012 മുതൽ IPLന്റെ ഭാഗമാണെങ്കിലും ധോണിയുമായി കുറേ അധികം സംസാരിക്കുന്നത് 2020-21 സീസണിലായിരുന്നു.
ഷാർജയിൽ CSKക്കെതിരെ 32 പന്തിൽ 74 റൺസ് അടിച്ച് സഞ്ജു വന്ന് ടീമിനെ വിജയിപ്പിച്ചു. അന്ന് മഹിബായിയുമായി ഒരുപാട് സംസാരിച്ചു. പിന്നീട് അദ്ദേഹത്തോടൊപ്പം പരസ്യം ഉൾപ്പെടെ ചെയ്തു. അതൊരു സ്വപ്നം പോലെയായിരുന്നു, സഞ്ജു പറഞ്ഞു വെച്ചു. ആ സഞ്ജുവാണ് ഇനി ധോണിക്കൊപ്പം കളിക്കാൻ പോകുന്നത്. ചില തീരുമാനങ്ങൾ നേരത്തെ ആവുകയും പതിവ് പോലെ ഒരിക്കൽ കൂടി ധോണി ഒരു ഡെഫിനറ്റ്ലി നോ എന്ന് പറയുകയും ചെയ്താൽ ഒരുപക്ഷെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ചിലപ്പോൾ ധോണി ഇറങ്ങിയേക്കാം. ലോകകപ്പ് സമയത്ത് തന്നെ സഞ്ജുവിനെ അടുത്ത ധോണിയായി ആരാധകർ താരതമ്യപ്പെടുത്തിയിരുന്നു. വാങ്കഡയിൽ നടന്ന സെമി ഫൈനലിലെ സഞ്ജുവിന്റെ വിക്കറ്റിന് പിന്നിലെ പ്രകടനവും എക്സ്പോസ്റ്റുകളിൽ വലിയ ചർച്ചയായി. 2016 മുസ്താഫിസുറിനെ പുറത്താക്കിയ ധോണിയോടാണ് ജേക്കബ് ബദലിന്റെ വിക്കറ്റ് തെറിപ്പിച്ച സഞ്ജുവിനെ ആരാധകർ ഉപമിച്ചത്. ആഘോഷങ്ങളിൽ അഭിരമിക്കാതെ കാമാൻ കൂളായി നിൽക്കുന്ന ധോണി സഞ്ജു കമ്പാരിസണും ഇഷ്ടം പോലെയുണ്ട്. ഗേൾഫ്രണ്ട്സുമായും ഭാര്യയുമൊത്തും ഗ്രൗണ്ടിൽ കിരീടം നേടിയ ശേഷം ഇന്ത്യൻ താരങ്ങൾ ആഘോഷിച്ചപ്പോൾ ഹർഷ ഭോഗ്ലെക്കൊപ്പം പോഡിയത്തിലിരുന്ന് അദ്ദേഹത്തോട് ഇരിക്കാൻ ആവശ്യപ്പെട്ട് സംസാരിക്കുന്ന സഞ്ജുവിന്റെ ചിത്രങ്ങളും വീഡിയോകളും ആരാധകർ വലിയ രീതിയിൽ ചർച്ചയാക്കുകയാണ്. ആ സിംപ്ലിസിറ്റി തന്നെയാണ് അതിർത്തികൾ മായ്ച്ചുകൊണ്ട് സഞ്ജുവിന്റെ പോപ്പുലാരിറ്റി കൂട്ടുന്നതും. എന്തായാലും ഏപ്രിൽ 3 പഞ്ചാബ് കിങ്സുമായുള്ള ചെന്നൈയുടെ സീസണിലെ ആദ്യ ഹോം മാച്ച്. വിസിലടികളുമായി ആരാധകർ കാത്തിരിക്കുകയാണ്. അന്നെന്തായാലും ചെപ്പോക്ക് നിന്നു കത്തും, സഞ്ജു കത്തിക്കും.